അമ്മേ, ത്രോട്ട് ഇൻഫ്ലമേഷൻ അങ്ങനെ തന്നെ പറയണം കേട്ടോ. നമ്മൾ ഈ ഭയങ്കര മോഡേൺ ആണെന്ന് കാണിക്കണം. അതാ അമ്മ കുറേ ദിവസമായിട്ട് അമ്മയുടെ കുട്ടികളുടെ മുമ്പിൽ വരാത്ത എന്താണെന്നറിയോ? അമ്മയ്ക്ക് പറഞ്ഞത് എന്താ? ത്രോട്ട് ഇൻഫ്ലമേഷൻ. തൊണ്ടയ്ക്ക് സുഖമില്ലായിരുന്നു കുട്ടികളെ, അതുകൊണ്ടാണ് വരാത്തത് കേട്ടോ. ഇന്നൊരു കപ്പങ്ങയും വേറെ ഒരു ശരിയായിട്ടാണ് അമ്മ വന്നേക്കണത്. അത് എല്ലാവരും വച്ച് നോക്കിയിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ എന്ന് അമ്മോട് പറയണം. ഇഷ്ടമായാൽ അമ്മയ്ക്കും സന്തോഷമാവും കേട്ടോ. ഇന്നത്തെ എരിശ്ശേരിക്ക് വേണ്ട സാധനങ്ങളാണ് എടുത്തു വെച്ചേക്കുന്നത്. കപ്പങ്ങയും പയറും കൂടെ ഒരു എരിശ്ശേരിയാണ്. അതിന് മെയിനായിട്ട് വേണ്ടത് കപ്പങ്ങ, പയർ കുറച്ച് 1 മണിക്കൂർ മുമ്പ് ഒരു പിടി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ തേങ്ങയും ജീരകവും കൂടെ അരയ്ക്കണം. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. കപ്പങ്ങ മുറിച്ചു, ഇനി നുറുക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കപ്പങ്ങ നുറുക്കണ കണ്ടോ? ഇത്തിരി ചെനച്ച കപ്പങ്ങയാണെങ്കിൽ മധുരമുള്ളത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമായിരിക്കും, അല്ലാത്തവർക്ക് ഇഷ്ടമല്ല കേട്ടോ. പയറ് കഴുകിയിട്ടു, വൻപയറാണ് കേട്ടോ. ഈ കപ്പങ്ങ അരിഞ്ഞ് കഴുകി അതും കൂടി ഇടാം. രണ്ടിനും ഭയങ്കര വേവൊന്നുമില്ല, അപ്പൊ ഒരുമിച്ചിട്ടാ കുഴപ്പമില്ല കേട്ടോ. പിന്നെ പ്രഷർ കുക്കറിലല്ലേ ഇപ്പൊ എല്ലാരും വേവിക്കുക. പഴയ കാലം പോലെ അടുപ്പിലും കലച്ചട്ടിയൊന്നും അല്ലല്ലോ. പയറിട്ടു, കപ്പങ്ങ ഇട്ടു, കുറച്ച് അതിന്റെ മുകളിൽ വന്നം വരെ വെള്ളം ഒഴിക്കുക. പെട്ടെന്ന് കഴിയും പണി. നല്ല സ്വാദുള്ള കൂട്ടാനുമാണ് കേട്ടോ. ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ പറയല്ല, നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ കൂട്ടിയിട്ട് പറയണം അമ്മോട് കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, വേവിക്കാൻ വയ്ക്കണം. ഒരു 3 വിസിൽ ഇത്രേ വേണ്ടു കേട്ടോ. ഉപ്പ് ഇടണ്ട തൽക്കാലം, പയറുള്ളതല്ലേ. ഇനി തേങ്ങ അരയ്ക്കണം. തേങ്ങ അരയ്ക്കുമ്പോൾ എന്തൊക്കെയാ വേണ്ടതെന്ന് കാണിക്കാം. നല്ല വെണ്ണ പോലെ അരയണം കേട്ടോ. തേങ്ങ കുറച്ച് മതി അരയ്ക്കാൻ. പിന്നെ സാധനങ്ങളുടെ അളവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും വേണം. പിന്നെ കുറച്ച് ജീരകം ഇടുക, നല്ലോണം അരച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെണ്ണ പോലെ അരയ്ക്കാം. അരച്ചിട്ട് കാണിക്കാം കേട്ടോ. ഹലോ മൈക്ക് ടെസ്റ്റിംഗ് ചെക്ക്. ഹലോ പയറും കപ്പങ്ങയും കൂടി വേവിച്ചെടുത്തു. ഉപ്പമ്മ അമ്മയ്ക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത കാരണം ഇട്ടില്ല. കണ്ട, അസലായിട്ട് വന്നു. ഈ കൽച്ചട്ടിയിലേക്ക് ഇട്ട് ഉപ്പും ഇട്ട് അരപ്പും കൂട്ടി ഒന്നുകൂടി മിക്സാക്കി എല്ലാം കൂടി എടുക്കുക. അത് കഴിഞ്ഞിട്ട് വറുക്കുക. അതും കൂടെ കഴിഞ്ഞ് അതേ പണിയും കഴിഞ്ഞ് കൂട്ടാനും റെഡി. കുട്ടികൾക്ക് സുഖമായിട്ട് കൂട്ടാം. എത്ര പെട്ടെന്ന് തീരും പണി അല്ലേ? ഉപ്പിടണം. ഉപ്പ് പോരെങ്കിൽ നമുക്കിടാം. അധികമാക്കണ്ട, അധികമാക്കിയാൽ പിന്നെ വായിൽ വെക്കാൻ കൊള്ളില്ല. ഇവിടുത്തെ പണി വെറുതെ ആവും. തേങ്ങയും ജീരകവും കൂടി അമ്മ പറഞ്ഞില്ലേ നല്ലോണം അരയ്ക്കണമെന്ന്. വെണ്ണ പോലെ വെണ്ണ തോൽക്കുമുടലോടെ. അത് പഴയ ശീലപ്പാട്ട. പാട്ടൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബട്ടർ റോസ്റ്റ് ഇട്ടാണ് പറഞ്ഞുതരാട്ടാ. അത് ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. എനിക്കതൊന്നും നോക്കാൻ അറിഞ്ഞൂടല്ലോ. ഗൂഗിളല്ല, ഗൂഗിൾ. ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഒന്നുകൂടിയൊക്കെ മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോ വറുത്തിടണം. അതും കാണിക്കാട്ടോ. തീർന്നു. പിന്നെ വറുത്തിടാനുള്ള സാധനങ്ങൾ: തേങ്ങ, കടുക്, കരിവേപ്പില, ഉണക്കമുളക്. ഇത് തേങ്ങ മൂത്തിട്ട് ഇതെല്ലാം കൂടി വറുത്ത് ഇതിലേക്ക് കൂട്ടിയ എരിശ്ശേരി റെഡി. തിളച്ചു. ഇനി താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് വറുത്തിടാൻ പോണു കേട്ടോ. ചീൻചട്ടി വെച്ചു. ഞാനും എന്റെ ചീൻചട്ടിയും വന്നു. വെളിച്ചെണ്ണ ഒഴിക്കണം. വറുത്തിടണാണ് കേട്ടോ. ചൂടാവട്ടെ. ചൂടാറിയാൻ പറ്റില്ല. ചൂടായി, വെളിച്ചെണ്ണയുടെ വാസന വരുന്നുണ്ട്. കടുകിട്ടു. പൊട്ടേ പൊട്ടി. തേങ്ങ ഇടണം. അകത്തേക്ക് തെറിക്കല്ലേ. എന്റെ അല്ല, നിന്റെ. ഇത് മൂക്കുമ്പോ ഉണക്കമുളകും കരിവേപ്പില എടുത്തു വെച്ചിട്ടില്ലേ,
അതുകൂടി ഇട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് കൊട്ടുക, എരിശ്ശേരിയിലേക്ക്. തേങ്ങ മൂത്ത് നല്ല സുന്ദരക്കുട്ടനായില്ലേ? ഇതിലേക്ക് ഉണക്കമുളക് കരിവേപ്പിലയും കൂടി കൊട്ടുക. ഈ വിനായകയിലൊക്കെ വറുത്തിടണം വലിയ ഉള്ളിയിൽ വെച്ച്. എന്റെ അമ്മയെ നമുക്ക് കണ്ടാൽ തന്നെ അത്ഭുതം തോന്നും. എന്താ സ്വാദായിരിക്കും അല്ലേ? എനിക്കതൊന്ന് വീഡിയോ എടുക്കണമെന്നുണ്ട്. പിന്നെ ആ വിജയനോട് പറഞ്ഞാൽ മതി. സമയം എരിശ്ശേരിയിലേക്ക് കൊട്ടാൻ പോവാണ്. കാണിക്കാം. ക്യാമറമാനും റെഡിയാണ്. ക്യാമറമാനും മാറി ഒന്നില്ലെങ്കിൽ തീർത്തി. അവൻ അതിനൊരു മുന്നറിയിപ്പ് തന്നത്. കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ഇതൊരു കാർട്ടൂണാണ്. അങ്ങനെ എരിശ്ശേരി റെഡി. കുട്ടപ്പൻ എരിശ്ശേരി ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. ഇനി കഴിച്ചിട്ട് അഭിപ്രായം ജയം പറയണം. അതുപോലെ കുട്ടികൾ ഉണ്ടാക്കിയിട്ട് അവരവരുടെ അഭിപ്രായവും പറയണം കഴിച്ചിട്ട് കേട്ടോ.